ചുമ്മാ യൂട്യൂബ് എടുത്ത് വെച്ചിട്ട് ഞാൻ മദീനയിലേക്ക്, ഇഷ്കിന്റെ മദീന, ഇശലിന്റെ തീരം, ഇതൊക്കെ ചുമ്മാ മനുഷ്യന്മാർക്ക് ഈ വെറുതെ ഈ വ്യൂസ് ഉണ്ടാക്കി കുറെ പേരും പ്രശസ്തിയും പാട്ടും ഉണ്ടാക്കി. ഇപ്പൊ അതുകൊണ്ട് താത്താമാരും പിന്നെ കാക്കാമാരും വീട്ടമ്മമാരും ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ് നബി നബി എന്നും പറഞ്ഞിട്ട് പാട്ടും പാടിയിട്ട് അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് മൊത്തം. വീട്ടമ്മമാർക്ക് ഇപ്പൊ വേറെ ജോലിയില്ല, എല്ലാവരും ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞായിട്ട് നിഖാബ് ഇട്ടിട്ട് ഖദീജ ബീവിയുടെയും ആയിഷ ബീവിയുടെയും സുലേഖ ബീവിയുടെയും മുഹമ്മദ് നബിയുടെയും ഒക്കെ എടുത്ത് വെച്ച് അടിച്ച് പാട്ടും പാടി കയ്യും പൊക്കി അടിച്ച് പൊളിച്ചിരിക്കുകയാണ്. കാണാൻ നമ്മളെ പോലുള്ള എല്ലാവരും ലൈക്ക് അടിക്കാൻ നമ്മളെ പോലുള്ളവരും. വീട്ടിലെ താത്താമ്മ നോക്കുമ്പോൾ നബിയുടെ പാട്ടല്ലേ പാടുന്നത്, അതിനെന്താ കുഴപ്പമോ? താത്ത അടുത്ത് പാടാനാരാ പറഞ്ഞേ? നമ്മുടെ താത്താമാര് മൊത്തം വീട്ടമ്മമാരും ഇപ്പൊ ഇറങ്ങി, നമ്മുടെ പെൺമക്കളെ ഇപ്പൊ ഇറക്കി. ഇപ്പൊ ആളുകൾ ആഗ്രഹിക്കുന്നത് മുഴുവനും ദുനിയാവിന്റെ ഈ ഒരു രസമാണ്. ഇതിലൊന്നും നബിയുടെ ചര്യയില്ല. ഞാൻ പറയാണ്, ഇതൊക്കെ നാളെ നരകത്തിലേക്ക് നിങ്ങളെ കൊണ്ടിടാനാണ്. നിങ്ങളുടെ പെൺമക്കളെ കൊണ്ടുപോയിട്ട് പാട്ട് പാടിപ്പിച്ച് രംഗത്ത് കൊണ്ടുവന്ന് യൂട്യൂബിൽ ആളാക്കിയിട്ട് നാളെ ആഖിറത്തിൽ പോയിട്ട് ഇവരുടെയൊക്കെ തന്തമാരും തള്ളമാരും ഭർത്താക്കന്മാരും അള്ളാന്റെ കോടതിയിൽ മറുപടി പറയണം. അത് പഠിച്ചു വെച്ചിട്ട് വേണം ഇവരെയൊക്കെ ഇറക്കാൻ. എനിക്കതേ പറയാനുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പാട്, അതിന് മ്യൂസിക്കിന് ആവശ്യമില്ല. ഇത് DJ പോലെയാണ് നബിയുടെ മദ്ഹ്. അതിലെന്താ അർത്ഥമുള്ള? പണ്ടൊക്കെ ദഫ് എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ പാടും, മദ്ഹ് പാടും, കുട്ടികൾ ദഫ് കളിക്കും. ഇപ്പൊ വലിയ ബോക്സിൽ DJ ഇട്ടിട്ട് ഇപ്പുറത്ത് നിന്ന് ദഫ് കളിക്കുകയാണ്. എങ്ങനെ ജായിസ് ആവും? ഏത് ആലും ഇത് ജായിസ് ആക്കി തരും? പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടുന്നതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ DJ 19,000 വാട്ട്സിൽ വെച്ച് അടിച്ച് പൊട്ടിച്ചിട്ട് പാട്ട് പാടിയിട്ട് ദഫ് കളിച്ചിട്ട് നബിതങ്ങളുടെ മദ്ഹ് നമുക്ക് പറയാൻ പറ്റൂല. ഇതൊക്കെ ഉലമാക്കൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കൽബിൽ കയറി പിടിക്കും. അല്ലാഹ് ഉറപ്പാണ്, വല്ലാഹി പിടിക്കും, വിടൂല. നമ്മുടെ ബാധ്യത പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ സ്വീകരിക്കാതിരിക്കോ. നബിയുടെ മദ്ഹ് പറഞ്ഞത് അശ്ശഅറു കൽ കലാം. നബിയെ പുകഴ്ത്തിക്കോ, വാനോളം പുകഴ്ത്തിക്കോ. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉറുദുവിലോ അറബിയിലോ എങ്ങനെ വേണമെങ്കിലും നബിയെ പുകഴ്ത്തിയാലും കൂലി കിട്ടും. പക്ഷെ അതിനകത്ത് മ്യൂസിക്കിന്റെ അംശത്തിന്റെ ആവശ്യമില്ല. അല്ലാതെ മദ്ഹ് പാടാം, മ്യൂസിക്കില്ല. പിന്നെ പെണ്ണുങ്ങളും പാടി സൗണ്ട് കേൾപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിന്റെ ആവശ്യമില്ല. സൗത്തുൽ മർഅത്തി ഔറത്തുൻ, ഒരു പെണ്ണിന്റെ ശബ്ദം അത് ഔറത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളത് സൂക്ഷിക്കണം, ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലത്. നബിയുടെ ഇഷ്ടമുണ്ട്, നബിയുടെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സലാത്ത് ചൊല്ലി, നബിതങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മദ്ഹ് പഠിക്കോ, നബിതങ്ങൾ പേരിൽ നിങ്ങൾ ഖുർആൻ ഓത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണല്ലോ ഖുർആൻ ഓതാൻ. അദ്ദിബു ഔലാദക്കും അലാ സലാസത്തി ഖിസാൽ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും 3 കാര്യം. ഒന്ന് ഹുബ്ബി നബിയിക്കും, നിങ്ങളുടെ നബി ആരാണ് ആ ഹുബ്ബ് പഠിപ്പിച്ചോട്. വഹുബ്ബി അഹ്ലി ബൈത്തിഹി, നബി തങ്ങളുടെ അഹ്ലു ബൈത്തുകളെ പഠിപ്പിച്ചുകൊട്. വതിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുകൊട്. മനസ്സിലാക്കട്ടെ, നബി തങ്ങളെ മനസ്സിലാക്കട്ടെ. എപ്പോഴും മദ്ഹ് ചെയ്യട്ടെ. ഇസ്ലാം അനുവദിക്കുന്ന രീതിയിൽ മദ്ഹ് ചെയ്യട്ടെ. ഒരിക്കലും നബി തങ്ങളെ മദ്ഹ് ചെയ്യണ്ടെന്ന് ഒരു മനുഷ്യന് പറയാൻ പറ്റില്ല ദുനിയാവില്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് മദ്ഹ് ചെയ്ത് നബി തങ്ങൾ ആ സഹാബിയെ ആദരിച്ച ചരിത്രമുണ്ട്. പക്ഷെ അത് അതിരി വിട്ടുപോയാൽ, നബി തങ്ങളുടെ സുന്നത്തും മഹബത്തും നഷ്ടപ്പെട്ടു പോയാൽ അതിനാരാ മറുപടി പറയുക? അതുകൊണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നബി തങ്ങളുടെ സുന്നത്തിന് മുറുകെ പിടിക്കുക ഇൻഷാ അല്ലാഹ്. ഏറ്റവും വലിയൊരു കാര്യം അത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടിണി കിടന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച പട്ടിണി കിടന്നു. അന്ന് കിട്ടാത്തത് കൊണ്ടാണെന്ന് നിങ്ങൾ ധരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊന്നും ആരും കൊടുക്കാനില്ലാത്തത് കൊണ്ടൊന്നുമല്ല, ആരടുത്തും പോയി ചോദിക്കാനും യാചിക്കാനും ഒന്നും പോകാത്തത് കൊണ്ടാണ്. നമുക്കിന്ന് പട്ടിണി ആയിപ്പോയാൽ നമ്മൾ എവിടുന്നെങ്കിലും യാചിച്ച് വാങ്ങി തിന്നും. അത് ഹലാലോ ഹറാമോ ഒന്നും നമ്മൾ നോക്കാറില്ല. എവിടുന്നെങ്കിലും തിന്നാന്നുള്ളതാണ്. ഏത് കടയിൽ കയറിയിട്ട് നമ്മൾ വാങ്ങി തിന്നും ഇറച്ചിയൊക്കെ. ഹലാലോ ഹറാമോ ആരും നോക്കുന്നു? ഞാൻ എത്ര മുസ്ലിം സഹോദരങ്ങളെ കാണുകയാണ്, അവന് വിശക്കുമ്പം നോക്കുമ്പോ ആ ഒരു ഏരിയയിൽ യാത്ര ചെയ്യാണ്, അവിടെ ഒരു മുസ്ലിമേ ഇല്ല. ഷവർമ വാങ്ങി തിന്ന. ഈ ഷവർമ അർത്താര കൊണ്ടുവരുന്നത് ഒന്ന് ചിന്തിക്കുന്നുണ്ടോ? യഅ്മുറുഹും ബിൽ മഅറൂഫ്, നബി തങ്ങളുടെ ഡ്യൂട്ടി എന്തായിരുന്നു? എന്തിനാണ് നബി തങ്ങൾ വന്നത്? നബിയുടെ ഡ്യൂട്ടി എന്തായിരുന്നു? യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ് വയളഉ അൻഹും ഇസ്റഹും വല്ലഗ്ലാൽ അല്ലതി കാനത് അലൈഹിം. നബി തങ്ങളുടെ ഡ്യൂട്ടിയാണ് നന്മ ഉപദേശിക്കുക, തിന്മയെ വിരോധിക്കുക, ഹലാലായത് തിന്നാനും കുടിക്കാനും ഏതാണെന്ന് അടിവരയിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. ഇത് ഹലാൽ, ഇത് ഹറാം, ഇത് ഉപയോഗിക്കാം, ഇത് ഉപയോഗിക്കാൻ പാടില്ല. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്, നല്ല ഭക്ഷണം അവർക്ക് അനുവദിക്കണം.
വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, അള്ളാഹു നിരോധിച്ചത് അത് നമുക്ക് പാടില്ല. സമുദായത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചു കൊടുത്തു, വിളംബരം ചെയ്തു. വയളഉ അൻഹും ഇസ്റഹും വല്ലഗ്ലാൽ അല്ലതി കാനത് അലൈഹിം, അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചു കളഞ്ഞു നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ ഹബീബിനെ ഫല്ലദീന ആമനു ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഈ ഹബീബിനെ ആരാണോ വിശ്വസിക്കുന്നത്, പിൻപറ്റുന്നത്, ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, ഈ ഹബീബിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർ ആരാണോ അവർ വിജയികളാണ്. അവരാണ് വിജയികൾ. ഖുർആന്റെ സ്പഷ്ടമായ വ്യക്തമായ ആയത്താണ്. ഹലാലിനെ ഹറാമാക്കിയും ഹറാമിനെ ഹലാലാക്കിയും നമ്മൾ ജീവിച്ചിട്ട് നബി തങ്ങളുടെ മഹബത്ത് കിട്ടും, ശഫാഅത്ത് കിട്ടും നോക്കിയാലൊന്നും എന്റെ റബ്ബ് സത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടൂല, നമുക്കും കിട്ടൂല. അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് വെറുതെ നമ്മൾ പറയുന്ന വാക്കല്ല, ആയത്തും ഹദീസുകളും അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹൗൽ, എന്റെ ഹൗലുൽ കൗസർ, അള്ളാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കൊടുത്ത ഒരു വലിയ സമ്മാനമാണ്. അഅതൈനാകൽ കൗസർ, ഹൗലുൽ കൗസർ. ഹൗലി, എന്റെ ഹൗലുണ്ടല്ലോ, മസീറത്തു ഷഹർ, ഒരു മാസത്തെ വഴിദൂരമാണ്. വസവായാഹു സവാഉൻ, ചതുരാകൃതിയിലെല്ലാം ഒരേപോലെ, ഒരു മാസത്തെ വഴിദൂരം. എന്റെ ഹൗലുൽ കൗസർ. മാഉഹു അബ്യളു മിനൽ ലബൻ, പാലിനേക്കാൾ തൂവെള്ളയാണ് അതിലെ വെള്ളം. വരീഹുഹു അത്യബു മിനൽ മിസ്ക്, കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതമാണ് അതിന്റെ മണം, അത്രയ്ക്കും വലിയ മണാണ്. വകീസാനുഹു കനുജൂമിസ് സമാ, അതിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്ന ഗ്ലാസ്, ചെറിയ കോപ്പകളൊക്കെ ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന താരകങ്ങളെ പോലെയാണ്. മൻ ശരിബ ലം യൽമ അബദ, ആര് അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുവോ പിന്നീട് അവന് ദാഹമുണ്ടാവുകയേ ഇല്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹുമ്മ സ്ഖിനാ മിൻ ഹൗളി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശർബത്തൻ ഹനിയത്തൻ മരിയ ലാ യൽമഉ ബഅദഹാ അബദൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു നമുക്ക് ഒരിക്കലും ദാഹിക്കാത്ത നിലയിൽ നബി തങ്ങളുടെ മുബാറക്കായ കൈകൊണ്ട് നമുക്ക് ഒരു ഗ്ലാസ് ആ ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഭാഗ്യം തരട്ടെ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്റെ ഹൗല് അത് ഞാൻ ഇങ്ങനെ കോരിക്കൊടുക്കും. ആരാണോ മൻ മർറ അലയ്യ ശരിബ, എന്റെ അരികിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി കടന്നു വരുന്നവർക്ക് ഞാൻ അത് കോരിക്കൊടുക്കും. മൻ മർറ അലയ്യ ശരിബ വമൻ ശരിബ ലം യൽമഉ അബദ, ആര് ഈ വെള്ളം കുടിക്കുന്നുവോ പിന്നീട് അവർക്ക് ദാഹം ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഞാൻ കോരി കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോ ലയരിദന്ന അലയ്യ അഖ്വാമുൻ, ചില ആളുകൾ ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി എൻ്റെ അടുക്കലേക്ക് ഓടി വരും, എൻ്റെ അനുയായികളാണ്. അരിഫുഹും, എനിക്കവരെ അറിയാം, എൻ്റെ അനുയായികളാണെന്ന്. വയരിഫൂനി, അവർക്ക് എന്നെയും അറിയാം, ഇത് ഞങ്ങളുടെ റസൂലാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് കോരിക്കൊടുക്കാൻ അങ്ങനെ പോകുമ്പോ സുമ്മ യുഹാലു ബൈനി വബൈനഹും, എനിക്കും അവർക്കും ഇടയിൽ ഒരു തിരശീല വീഴും, ഒരു മറവീടപ്പെടും. ഉടനെ ഞാൻ ചോദിക്കും, ഇന്നഹും മിന്നി, എന്തിനാ മറയിട്ടത്? അവർ എന്റെ അനുയായികളാണ്, എന്തിനു മറയിട്ടത്? തുറക്ക്, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കട്ടെ. ഫയുഖാലു ലഹു, ഉടനെ നബി തങ്ങളോട് പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ പേരും പറഞ്ഞ് ഹബീബായ തങ്ങളെ, നിങ്ങളുടെ പേരും പറഞ്ഞിട്ട് സുന്നത്താണ് ശരീഅത്താണെന്നും പറഞ്ഞിട്ട് ദീനിൽ ഇല്ലാത്ത കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയ വർഗമാണിത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർക്ക് വെള്ളം കുടിക്കാൻ അവകാശമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയപ്പെടുമോ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയും, സുഹുഖൻ സുഹുഖൻ ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം എൻ്റെ ദീനിനെ നശിപ്പിച്ചവർക്ക് നാശം 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 നാശം. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിന് നബിക്ക് നിരക്കാത്തത് ചെയ്ത നാളെ ഇതായിരിക്കും അവരുടെ അനുഭവം. ഓർത്തോളി, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ചിന്തിച്ചോളി. നമുക്ക് ഇതിനകത്തൊരു പ്രശ്നമില്ല, നമ്മൾക്ക് പറയേണ്ടത് നമ്മൾ പറയാൻ.
നബി തങ്ങൾക്ക് നിരക്കാത്തതും ഇസ്ലാമിക ശരീഅത്തിന് അംഗീകരിക്കാൻ പറ്റാത്തതുമായ കാരണം അവൻ അങ്ങനെ ചെയ്യുന്നു, ഇവ എങ്ങനെ ചെയ്യുന്നു, ആ ഉസ്താദ് ചെയ്ത് ഇതൊന്നും നമുക്ക് മാതൃക. ഉസ്താദ് ഒന്നും മാതൃകയൊന്നുമല്ല. നിങ്ങൾ എന്നെ കണ്ടു പഠിക്കരുത്, ഒരു കാരണവശാലും പഠിക്കരുത്. നിങ്ങളൊരു ആലിമിനെ കണ്ടും പഠിക്കണ്ട. നിങ്ങൾക്ക് മാതൃകായോഗ്യൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയാക്കന്മാരൊക്കെ മനുഷ്യന്മാരാണ്, തെറ്റുകൾ ചെയ്തു പോകും. നമ്മളിപ്പോൾ പഠിച്ചു എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ എപ്പോഴും ഫുൾ തൗബ കോടതി കഴിയിട്ടോണ്ടിരിക്കൊന്നുമല്ല. മനുഷ്യന്മാരാണ്, സ്വാഭാവികമായിട്ട് തെറ്റുകൾ. അലക്കുകൾ അള്ളാഹ് ആദ്യം ഇറക്കി വലിയ തെറ്റിലേക്ക് അവർ പോയി. അതുകൊണ്ട് നമ്മളിലേക്കല്ല നോക്കേണ്ടത്. ആ ഉസ്താദ് അങ്ങനെ ചെയ്തു, ഈ ഉസ്താദ് ഇങ്ങനെ, ആ മുസ്ലിമിനെ കൂട്ടി, ഈ മുസ്ലിം. നമ്മൾ എന്തിനാവശ്യമില്ലാത്തതിലേക്ക് നോക്കാൻ പോണത്? അതൊക്കെ അള്ളാഹ് നോക്കിക്കോളും. മറ്റൊരാളുടെ അയ്ബ് ന്യൂനത നോക്കലൊന്നും അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മുടെ ന്യൂനതയിലേക്ക് നമ്മൾ നോക്ക്. ഉമർ റളിയല്ലാഹു തആല പറഞ്ഞ വാക്കാണ്, നിന്റെ അയ്ബിനെ നീ നോക്ക്. ഫത്തിഷ് നഫ്സക് ഖബ്ല അൻ തുഫത്തിഷ ഗൈറക്. മറ്റൊരാളെ നീ സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് നീ സ്വയമേ സ്കാൻ ചെയ്തിട്ട് നിനക്ക് എന്താ കുഴപ്പമെന്നുള്ളത് നീ നോക്ക്. അതാണ് നീ ചിന്തിക്കേണ്ടത്. ഉമർ റളിയല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. എല്ലാവരും നാളെ ആഖിറത്തെ പ്രവാചകന്മാരടക്കം നഫ്സി നഫ്സി എന്നാ പറയുക, നഫ്സി നഫ്സി എന്നാ പറയുക. എന്റെ സ്വന്തം നഫ്സ്, എന്റെ ആത്മാവ്. ഖുർആൻ എടുത്ത് വെച്ച് നോക്ക്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീ വ സ്വഹിബതിഹി വ ബനി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനി യുഗ്നി. എന്താ ഇതിന്റെ അർത്ഥം? കെട്ടിയോനെ കെട്ടിയോളോടും, ഭാര്യയെ വേണ്ട ഭർത്താവ് വേണ്ട, ഭാര്യയെ ഓടും ഭർത്താവിനെ വിട്ടിട്ടോടും, മക്കളെ വിട്ടിട്ട് മാതാപിതാക്കളോടും, മാതാപിതാക്കൾക്ക് മക്കളെ വേണ്ട, മക്കൾക്ക് വാപ്പായും ഉമ്മായും വേണ്ട, ജ്യേഷ്ഠന് അനുജനെ വേണ്ട, അനുജന് ജ്യേഷ്ഠനെ വേണ്ട, സഹോദരന് സഹോദരിയെ വേണ്ട, സഹോദരിക്ക് സഹോദരനെ വേണ്ട. ഖുർആനല്ലേ ഇത്? ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനി യുഗ്നി. ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നങ്ങളാണെന്ന്. എങ്ങനെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം, എങ്ങനെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഇന്റർവ്യൂവിന് 100 പേര് പോയിരിക്കുന്നു ഇന്റർവ്യൂ പാസ്സാകാൻ. എന്തായാലും 100 പേരെയും പാസ്സാക്കൂല, 10 പേരെ സെലക്ട് ചെയ്യുള്ളൂ. എല്ലാവരുടെ ലക്ഷ്യം എന്തായിരിക്കും? എന്നെ എടുക്കണേ, എന്നെ എടുക്കണം. നിന്റെ സ്വന്തം കൊച്ചാപ്പാടമ്മ അവന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ ഒന്ന് എടുക്കണേ. സ്വന്തം അനിയൻ അവൻ എവിടെ പോട്ടെ, അവന്റെ വാപ്പ നോക്കിക്കോളൂ, എനിക്കൊന്നും ഇങ്ങനെ അമേരിക്കൻ കമ്പനി പ്ലീസ്. ലക്ഷ്യം എന്താ? 10 പേരേ ഉള്ളൂ. ആര് വേണമെങ്കിലും കയ്യും കാലും പിടിക്കും. അനിയന് കല്ലി വല്ലി, എന്റെ ജ്യേഷ്ഠൻ, ആ ജ്യേഷ്ഠനൊക്കെ പോട്ടെന്ന്. നിന്നെ വളർത്തിയത് അത് പണ്ടല്ലേ വളർത്തിയത്. ഇപ്പൊ അയാളെ പെണ്ണുപിള്ളയായിട്ട് വേറെ താമസമാണ്, എനിക്ക് ജീവിക്കണ്ടേ. എന്നാലും അവര് നന്ദി ആണ്. ജ്യേഷ്ഠൻ ആ ചാൻസ് കൊടു. ഇല്ല 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 അതൊന്നും എന്നെ നിങ്ങൾ പ്ലീസ് എന്നെ വേണമെങ്കിൽ പറയും, എന്റെ ജ്യേഷ്ഠൻ അല്ലാന്ന് വേണമെങ്കിൽ പറയും. ഇന്റർവ്യൂ എടുക്കുന്ന ആളുടെ പറയും, അതാരാ നിന്റെ ജ്യേഷ്ഠനല്ല. 2 പേർക്ക് 2 ഞാൻ ചാൻസ് കൊടുക്കും. ഏത് വേണമെന്ന് ചോദിച്ചാൽ ഇല്ലല്ലോ എന്റെ ജ്യേഷ്ഠൻ, അത് ഞങ്ങളുടെ അച്ഛൻ ആദ്യം ഒരു പെണ്ണ് കെട്ടി അതിൽ പോയതാ, അത് ഒളിച്ചോടി പോയതാ, അതൊന്നും അല്ല, നമ്മുടെ അച്ഛനെ ജ്യേഷ്ഠനല്ല സാർ പ്ലീസ് എന്നെ ഒന്ന് രക്ഷ. ദുനിയാവിൽ ഒരു ചെറിയ ജോലിക്ക് വേണ്ടി മനുഷ്യൻ സ്വന്തം കുടുംബത്തെ മറക്കാണ്. ഇവിടെ സ്വന്തം കുടുംബത്തെ മറക്കുക ദുനിയാവിൽ ചെറിയ ജോലിക്ക് വേണ്ടി, ഒരു കസേരയ്ക്ക് വേണ്ടി. അപ്പൊ ആഖിറത്തിന്റെ അവസ്ഥ എന്തായാലും ആലോചിച്ച് നോക്കി, ചിന്തിച്ച് നോക്കിയാൽ മതി. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീ വ സ്വഹിബതിഹി വ ബനി ലികുല്ലി ഇംറിഇൻ മിൻഹും ശഅനി. ഈ പ്രസംഗിക്കുന്ന പോലെ ഒന്നും അല്ല. സ്വയം ചിന്തിച്ച് മനസ്സിലാക്കിയാൽ അവർക്ക് നാളെ രക്ഷ. ഇവിടെ എല്ലാവരും ഫത്വ ഇറക്കാൻ ആളുണ്ടാവും, ഇവിടെ കമന്റ് പറയാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും. 100 കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ടാകും കമന്റ്. അവിടെ പോയാൽ ഇവന്റെ നാക്കല്ല സ്റ്റാപ്ലർ അടിച്ചു വെച്ചേക്കാൻ, നാനങ്ങാൻ പറ്റൂല ഇവൻ. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദിഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. മിണ്ടാൻ പറ്റൂലല്ലോ. അതിലെ നബി തങ്ങൾ പറഞ്ഞത് വഅന ഖതീബുഹും ഇദൻ സത്തു. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ ഞാനായിരിക്കും സംസാരിക്കുന്നത് എൻ്റെ ഈ ഉമ്മത്തികൾക്ക് വേണ്ടിയിട്ട്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ. പക്ഷെ ആ ഉമ്മത്തികൾക്ക് വേണ്ടി നബി തങ്ങൾ സംസാരിക്കുമ്പോൾ അല്പമെങ്കിലും നബി തങ്ങളുടെ അല്പമെങ്കിലും ഒരു 20% എൻ്റെ ഹബീബിന്റെ ഒരു ചര്യ നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ? ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മൾ വേറെ എങ്ങോട്ടും നോക്കണ്ട. എല്ലാത്തിനും ദീൻ വളരെ സ്പഷ്ടമാണിത്. ദീൻ വളരെ സ്പഷ്ടമാണ്. നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഗാനമേളൊക്കെ നടത്തി, ഉറൂസിന്റെ പേര് ഗാനമേള നടത്തി, വെള്ളിയാഴ്ച രാവിലെ അവിടെ പോയിട്ട് മണൽത്തരയിൽ ഇങ്ങനെ ഇരിക്കും. താത്തായും കാക്കായും എല്ലാം കൂടെ കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ ഇരിക്കും. മഗ്‌രിബ് നിസ്കരിച്ച, ഇശാ നിസ്കരിച്ച, സുബൈക്ക് 4 മണിക്ക് വന്ന് കിടക്കും, 9 മണിക്ക് എഴുന്നേക്കും. ഫജ്ർ നിസ്കരിച്ച, അത് കുഴപ്പമില്ല, അത് നമുക്ക് കുഴപ്പമില്ല. ഔലിയ ഉപ്പ നാളെ അതിന് മറുപടി പറഞ്ഞോളും. നമ്മൾ കുഴപ്പമില്ല. ഔലിയ ഉപ്പ പാവം പിടിച്ച ഔലിയാക്കളെ നിങ്ങൾ കുറ്റം പറയരുത്, അവരൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ അവരുടെ പേരും പറഞ്ഞ് തമ്മാടിത്തരം കാണിച്ചിട്ട് നിങ്ങൾ അവരുടെ തലയിൽ വെക്കാൻ പാടില്ല. നമ്മൾ അതാദ്യം ചിന്തിച്ചു നോക്കണം. നല്ലൊരു രാവിലെ നമ്മുടെ കൗമ് പോകുന്ന, അതാണ് അവർക്ക് ഇഷ്ടം. നസീഹത്തോ ദഅവത്തോ ഇബാദത്തോ ഇതൊന്നും അവരടുത്ത് പറയരുത്. ഈട്ടപ്പാങ്കുത്ത്, ഇതിനാണ് അവർക്ക് ഭയങ്കര പ്രാമുഖ്യം, താല്പര്യം.
ഇതൊരു ദീനായിട്ട് അവർ കാണുന്നു. അത് തന്നെ ഇത് ദീനായിട്ട് കാണുന്നവർ നാളെ റബ്ബിന്റെ സമക്ഷത്തിൽ നബി തങ്ങളുടെ അരികിലേക്ക് കടന്നു വരും വെള്ളം കുടിക്കാൻ. അപ്പൊ പറയും, തിരശ്ശീല വീണ് പോയി, മാറ്, നിനക്ക് അങ്ങോട്ട് പോകാൻ അവകാശമില്ല. സുഹക്കൻ സുഹക്കൻ ലിമൻ ഗയ്യറ ബഅദി. ശഫാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, നല്ല സമയത്ത് ഹബീബ റസൂലുള്ളാഹി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല റാഹത്തായ സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പോയി ചോദിക്കുന്നത്, അലി അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് ശഫാഅത്ത് ചെയ്യണം കേട്ടോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന ഫാഇൽ, ഞാൻ ചെയ്യാം. നല്ല സമയത്തായിരുന്നു, നല്ല ഒരു സാഹചര്യമൊക്കെ ഒന്ന് നോക്കി കൊള്ളാം എന്ന് കണ്ടപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പോയി മെല്ലെ സോപ്പിട്ട് കാലൊക്കെ ഒന്ന് നെക്കി കൊടുത്തിട്ട് പറഞ്ഞു, നബി എനിക്ക് ശഫാഅത്ത് ചെയ്യണേ നബി എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന ഫാഇൽ, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്, ശരി, നബി തങ്ങൾ പറഞ്ഞ വാക്ക് ശരി തന്നെയാണ്. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കലും കളവാക്കൂലല്ലോ നബിയുടെ വാക്ക്. പക്ഷെ നമ്മളെ പോലുള്ള വസ്വാസാണല്ലോ എല്ലാവർക്കും. സഹാബാക്കി ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ടെൻഷൻ, ഞാൻ അവിടെ അത്രയും ആഴ്ചറിൽ ശഫാഅത്ത് ചെയ്യാന്ന് പറഞ്ഞു പോയിട്ട് ഈ തിരക്കിനിടയ്ക്ക് ഞാൻ എവിടെ പോയി നബിയെ കണ്ടുപിടിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയെ, ഐന അത്ലുബുക്, ഞാൻ നിങ്ങളെ എവിടെ പോയി അന്വേഷിക്കാനാണ്? എനിക്ക് ശഫാഅത്ത് ചെയ്യും, സംഭവം ശരി തന്നെയാണ്. ഇനി ഓടി വന്ന ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ. റസൂലേ, ഞാൻ അനസ ശഫാഅത്ത് ചെയ്യാന്ന് പറഞ്ഞല്ലോ, തലയൊക്കെ ചൊറിഞ്ഞിട്ട് പറ്റേ, ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണണ്ടേ എവിടാന്ന്. ഐന അത്ലുബുക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവ്വലുമാ തത്ലുബുനി അല സിറാത്ത്, നീ ആദ്യമായിട്ട് എന്നെ കണ്ടുപിടിക്കണമെങ്കിൽ സിറാത്തിനടുക്ക വന്നാൽ മതി, ഞാൻ അവിടെ കാണുമെന്ന്. അപ്പൊ അവിടെ നിൽക്കാൻ നബി തങ്ങൾ. എന്തിനെന്നറിയോ? ആളുകളൊക്കെ കയറി വരുമ്പം ചെറിയ ചെറിയ പ്രശ്നമാണ്, താഴോട്ട് പോകുമ്പം പോവാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു പരിചയക്കാരൻ കയറ്റിവിട്ടാരല്ല, പ്ലീസ് ഉടച്ചോനെ. അല്ല, ഇവൻ സുന്നത്തുകൾ ചെറിയ 1-2 സുന്നത്തിന്റെ കേസൊക്കെ ഉള്ള, ഞാൻ ഒന്ന് കയറ്റിവിട്ടാരല്ല സല്ലല്ലാഹു അലാ മുഹമ്മദ്. നബി തങ്ങൾ അവിടെ നിൽക്കാണ്. അതാ ചിന്തിക്കണ്ടേ. ATM കാർഡ് ഉണ്ടെന്ന ഹദീസിലുണ്ട്. ATM ബത്താഖത്ത് നബി തങ്ങൾക്ക് നമ്മുടെ മീസാനത്ത്. ഇപ്പം നമ്മുടെ വിഷയം ഇപ്പം നാളെ അടുത്ത ആഴ്ച മുതൽ ആഖിറം വരുമല്ലോ. അപ്പം ഞാൻ അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് സൂചിപ്പിച്ചു തരാം. ആഖിറത്തിൽ അടുത്ത ആഴ്ച മുതൽ നമ്മൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ 4 ആഴ്ച നമ്മൾ നബി തങ്ങളെ കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത്. അപ്പോൾ ഇനി യൗമുൽ ആഖിർ പഴയ ആയത്ത് ഓതി വെച്ചതിൻ്റെ ബാക്കി നമുക്ക് ഇനി ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ അന്നേരമൊക്കെ ഞാൻ ആഖിറത്തെ കുറിച്ച് പറയുമ്പോൾ മീസാന്, ഹിസാബ്, സിറാത്ത്, ഇതൊക്കെ എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിറാത്തിന്റെ അടുക്കൽ വാ, ഞാൻ അവിടെ കാണും. അനസ് റളിയല്ലാഹു തആല അൻഹു മെല്ലെ തലയുറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഫൈലം അൽഖക യാ റസൂലല്ലാഹ്, ഞാൻ സിറാത്തിന്റെ അടുത്ത് വരുമ്പോ നബി ഇനി അങ്ങോട്ടും ഇങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? വേറെ എവിടെ അന്വേഷിക്കാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഫൈലം അൽഖക അല സിറാത്ത്, സിറാത്തിന്റെ അടുക്കൽ ഞാൻ കണ്ടില്ലെങ്കിൽ നബി എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉത്ലുബ്നി ഇൻദൽ മീസാൻ, ആ മീസാൻ, നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന സ്ഥലം ഉണ്ടല്ലോ, ഞാൻ അവിടെ കാണും. നീ അവിടെ വന്നില്ല, അങ്ങോട്ട് വന്നാൽ മതി. അവിടെയും എത്തി. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ജസ്റ്റ് മിസ്സായി പോയാലോ? ഞാൻ അവിടെ എത്തി, അങ്ങനെ കണ്ടില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഫൈലം അൽഖക യാ റസൂൽ, നമ്മളൊക്കെ ആണെങ്കിൽ അടിയും കൊടുത്തു ഓടിച്ചേരാൻ. മുഖ്യമന്ത്രി അടുത്ത അല്ലെങ്കിൽ നമ്മുടെ MLA അടുത്ത, മന്ത്രി അടുത്ത, സാറേ അവിടെ കാണാം, നാളെ 9 മണിക്ക് അങ്ങ് ഓഫീസ് വന്നേരെ. സാറേ അവിടെ 9 മണിക്ക് ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടാണ്, നിന്റെ വീട്ടിൽ പോയിരുന്നത് എന്ന് പറയും. പിന്നെ അവരത്തെ രണ്ടാമത് സംസാരം, മാന്യമായിട്ട് അടുത്തൊരു സംസാരം അവരെ പ്രതീക്ഷിക്കേ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്ര തിരക്ക് പിടിച്ച ലോകത്തിന്റെ നേതാവിനോട് അനസ് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കാം, 3ാമത് ചോദിക്കാണ്, മീസാന്റെ അടുത്ത് അങ്ങേ ഞാൻ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെ പോകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീർത്ത് പറഞ്ഞു, ഉത്ലുബ്നി ഇൻദ ഹൗലി ലാ ഉഖ്തിഉ അൻ ഹാദിഹി സലാസൽ മവാത്തിന, നീ അവിടെ നിനക്ക് കണ്ടില്ലെങ്കിൽ എന്റെ ഹൗലിനടുത്ത് നീ വന്നാൽ മതി, ഞാൻ അവിടെ നിന്ന് മാറേയില്ല, അവിടെ തന്നെ കാണും. സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കാരണം എല്ലാവർക്കും വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഞാൻ അവിടെ തന്നെ കാണും, നീ അങ്ങോട്ട് വന്നാൽ മതി. എത്ര സരളമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞു കൊടുത്തു. അനസ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ അടുക്കൽ ജോലി ചെയ്തതാ, 10 വർഷത്തോളം ജോലി ചെയ്തു. ഫമാ ഖാല ലീ ഉഫിൻ ലിമ സനഅതഹു വലിമ തറക്തഹു,
10 വർഷം ജോലി എടുത്തു നബിയുടെ കീഴില്. എന്താണ് നീ അങ്ങനെ ചെയ്യാത്തത്? നീ എന്തിനാ അങ്ങനെ ചെയ്തത്? എന്നോടൊരു വാക്ക് ചോദിച്ചിട്ടേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരക്ക് പിടിച്ച സമയത്ത് അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞു. നീ പെട്ടെന്ന് വാങ്ങിച്ചിട്ട് വാ. കൊച്ചുകുട്ടി അനസ് റളിയല്ലാഹു സാധനം വാങ്ങിക്കാൻ പോകുന്ന കൂട്ടത്തിൽ അവിടെ കളി നടക്കുന്നു. കളി അതും കണ്ടോണ്ട് മൂപ്പിൽ അവിടെ പോയി ഇങ്ങനെ നിന്ന്. നബി കുറെ നേരം നോക്കിയിട്ട് ആളിനെ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങി നടന്നു. ഇവനെ കണ്ടില്ലല്ലോ. നമ്മുടെയൊക്കെ വാപ്പന്മാര് പണ്ടൊക്കെ പയ്യന്മാരെ മുറുക്കാൻ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് കാണാതെ വരുമ്പോൾ അല്ലാഹ് വല്ലവൻ പിടിച്ചോണ്ട് പോയ വാപ്പ ഇറങ്ങി പോകും പിറകില്. അങ്ങനെ ഒരു കാലമുണ്ട്. അപ്പൊ നബി തങ്ങൾ ഇറങ്ങി ഇങ്ങനെ പോയപ്പോ മൂപ്പിലാൻ കളി കണ്ടോണ്ടിരിക്കുകയാണ് അവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറകിൽ കൂടെ പോയി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട്, യാ അനസൂട്ടി, നിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് നീ ഇതുവരെയ്ക്കും വാങ്ങിക്കൊണ്ട് തന്നില്ലേ? നമ്മളാന്ന് അടിച്ചവന്റെ കാലൊടിച്ച് കുടിക്കൂലേ? ഒരു കാര്യം വാങ്ങിക്കാൻ പറഞ്ഞു വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിട്ട് കെട്ടിപ്പിടിച്ചിട്ട്, യാ അല്ലാഹ് നസീത്ത് യാ റസൂലല്ലാഹ്, ഇപ്പൊ ഞാൻ മേടിച്ചോണ്ടിരാം, ഇപ്പൊ വാങ്ങിക്കൊണ്ടിരാനോ, ഇപ്പൊ വാങ്ങിക്കൊണ്ടിരാം. നബി തങ്ങൾ ചിരിച്ചിട്ടാണ് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞത്. എന്നാ പറഞ്ഞ അവിടെ സ്നേഹത്തോടെ വിളിച്ചു പറഞ്ഞേ, നിന്നോടൊരു കാര്യം പറയണ, നീ അത് വാങ്ങിക്കൊണ്ടോന്നില്ലല്ലോ, ഞാൻ ഇപ്പൊ വാങ്ങിക്കൊണ്ടിരാൻ നബി ഞാൻ പറഞ്ഞു. നബിയുടെ സ്വഭാവം അങ്ങനെ ഉണ്ട്. ആലോചിച്ച് നോക്കിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നബിയുടെ കീഴിൽ ജോലി ചെയ്തവരാ, നബിക്ക് ഖിദ്മത്ത് ചെയ്തവരാണ്. അതാണ് 10 വർഷം ജോലി എടുത്തിട്ട് എന്നെ ചേന്നൊരു വാക്ക്, ഞാൻ എന്തെല്ലാം കുരുത്തക്കേട് നബിയുടെ മുന്നിൽ കാണിച്ചിട്ടുണ്ട്, എന്തിനു നീ അങ്ങനെ ചെയ്യുന്നൊരു വാക്ക് ചോദിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കൾ ചോദിച്ചു, കം നഅഫു അനിൽ ഖാദിം, നമ്മുടെ സെർവന്റിന് നമ്മൾ എത്ര ദിവസം എത്ര പ്രാവശ്യം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 70 മറ, 70 പ്രാവശ്യം. നമ്മുടെ കടയിൽ ജോലി ചെയ്യുന്നവൻ 70 പ്രാവശ്യം തെറ്റ് ചെയ്താലും നമ്മൾ അവനെ ശകാരിക്കാൻ പാടില്ല. 70 7 3 ഒരു 3 പ്രാവശ്യമെങ്കിലും എല്ലാവരും നോക്കും. അതും ഇല്ലല്ലോ. 2 ദിവസം താമസിച്ചത്, നാളെ നീ വരട്ടെ, നീ നാളെ വരണം കേട്ടാ, നാളെ നീ വയ്ക്കും വേറെ ആളിനെ അടുത്ത് 2 ദിവസം. ചിലപ്പോൾ അവൻ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും, ചില റോഡ് ബ്ലോക്ക് ആയിരിക്കും, എന്തെങ്കിലും കാണും. നബി തങ്ങൾ പറഞ്ഞു, 70 പ്രാവശ്യം നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന സെർവന്റിന്, ജോലിക്കാർക്ക് നമ്മൾ വിട്ടുപുറത്തു കൊടുക്കണം, പൊരുത്തപ്പെട്ടു കൊടുക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞു. ആര് കേൾക്കുന്നു? ഞാൻ കേൾക്കുവോ? നമ്മൾ കേൾക്കുവോ? കൊടുക്കുന്നത് എത്ര? 10-15,000 രൂപ. അതക്കാപ്പിച്ച 10,000 രൂപ കൊടുക്കുന്നത്. എന്നിട്ട് 1 ലക്ഷം രൂപ പണിയെടുപ്പിക്കും ഇവനെ കൊണ്ട്, ഇവളെയും കൊണ്ട് പണിയെടുപ്പിക്കും. എന്നിട്ട് ഇത്തിരി എന്തെങ്കിലും ഒന്ന് ഇച്ചിരി അപാകതകൾ വന്നു പോയാൽ തെറി വിളിക്കുക, ശമ്പളം കട്ട് ചെയ്യുക. ലാ തളിരിബു ഇമാഅക്കും അലാ കസ്രി ഇനായിക്കും ഫഇന്ന ലഹാ ജാലൻ കാജാലിക്കും. നിങ്ങളുടെ സെർവന്റിന്റെ കയ്യിൽ നിന്നെങ്ങാണ് ഒരു വിലപിടിപ്പുള്ള സാധനം താഴെ വീണ് പൊട്ടിപ്പോയതിന്റെ പേരിൽ അവന്റെ ശമ്പളം കട്ട് ചെയ്യരുത്, അവനെ അടിക്കരുത്, അവനെ തെറി വിളിക്കരുത്. ഫഇന്ന ലഹാ ആജാലൻ കാജാലിക്കും, നിങ്ങളുടെ ആയുസ് തീർന്നു പോയതുപോലെ അതിന്റെ ആയുസ് തീർന്നു എന്ന് കരുതിയാൽ മതി. നമ്മൾ അങ്ങനെയാണോ? വിലപിടിപ്പുള്ള ഒരു സാധനം നമ്മുടെ സെർവന്റിന്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയാല് അവന്റെ ശമ്പളം കട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ വലിയ റസൂലുള്ളാഹിയുടെ മുഹിബ്ബു സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, കടയിൽ വലിയ ബോർഡിൽ എഴുതി വയ്ക്കും, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ എഴുത്ത്? കടയുടെ ഫ്രണ്ടിൽ എഴുതി അങ്ങ് വെച്ചേക്കും. പറച്ചിൽ ഇത് കണ്ട റസൂലുള്ളാഹിയുടെ ഏറ്റവും അടുത്ത ആള്. നാളെ ആദ്യം ഇവനായിരിക്കും ഹൗദുൽ കൗസറിൽ വെള്ളം കൊടുക്കുക. മുക്കിക്കൊല്ലാൻ വല്ല ഹൗദ് ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം ഇവനൊക്കെ മുക്കിക്കൊന്നേനെ നബി തങ്ങൾ കൊണ്ടുപോയി. ആദ്യം എങ്ങനെയൊക്കെ ഇവനൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ അംശം നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ മക്കളെയൊക്കെ നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നന്നാക്കിയെടുക്കും. എല്ലാം ഇന്ന് പാട്ടിന്റെ പിന്നാലെ പോവാണ്. വാപ്പാടത്തും ഉമ്മാടത്തും ചോദിക്കും, മക്കൾക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അവർക്ക് അവർ പറയും, ഞങ്ങൾക്കിതൊന്നും അറിയില്ല, ഇന്നാത്തന സാധത്തന കുബറാന ഫാദല്ലൂന സബീല, ഞങ്ങളുടെ അപ്പായും ഉമ്മായും പോകുന്നതിന് കുഴപ്പമില്ല, ഇജാസത്ത് തന്നു, അനുവാദം, ഞങ്ങൾ പോയി ഉടച്ചോനെ, ഞങ്ങളിതൊക്കെ സുന്നത്താന്നാ വിചാരിച്ചത്, നമുക്കിതൊന്നും അറിയില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാപ്പാടുത്ത് ചോദിച്ചോളൂ. ഇത് അപ്പുറത്ത് ഇപ്പോണ്ട്, ആള് അപ്പുറത്ത് ഇപ്പോണ്ട്, ഇനി വിളിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ വലിയ തസ്ബീഹൊക്കെ ആയിട്ട് വരും. അല്ല പറയാതെ അങ്ങോട്ട് മാറ്റി വൈ, തസ്ബീഹൊക്കെ മാറ്റിയിട്ട് ചങ്ങല എടുത്തോണ്ട് വാ, തസ്ബീഹൊക്കെ മാറ്റി വൈ, തസ്ബീഹ് ചങ്ങലയാക്കി മാറ്റുമല്ല. എന്തിനാ ഇത്? നിന്റെ മക്കളെ ആരാ, എന്തിന്റെ പേരില നിന്റെ മക്കള് പഴിച്ചു പോകാൻ കാരണം? നീ എന്ത് ഉപദേശിച്ചില്ല, എന്താ നന്നാക്കിയില്ല? അവരൊക്കെ അന്ന് പ്രസംഗിച്ചിട്ട് പറഞ്ഞല്ലേ. അതൊന്ന് അന്നത്തെ സാഹചര്യത്തിൽ അത് അങ്ങനെ ആയിപ്പോയി. പടച്ചോനെ നീ പൊരുത്തപ്പെട്ടെന്ന് വിട്ടു. പൊരുത്തമൊന്നും അവിടെ ഇല്ല, ഇവിടെ പൊരുത്തപ്പെട്ടു വരും. നീ എന്ത് നമ്മ അടുത്തരം കാണിച്ചാലും ഇവിടെ കുത്തിയിരുന്ന് 2 റക്അത്ത് നിസ്കരിച്ച് കരഞ്ഞ്
പ്ലീസ് അള്ളാഹ് മാപ്പാക്കണം, വല്ലാഹി അള്ളാഹ് പുറത്തു തരും. പക്ഷെ റൂഹ് പോയിട്ട് പിന്നെ അവിടെ കിടന്നിട്ട് നമ്മൾ കയ്യും കാലും പിടിച്ചാൽ അതിന് ചാൻസ് ഇല്ലല്ലോ, അവസരം ഇല്ലല്ലോ, സമയമില്ലല്ലോ. ഇവിടെ അതിന് അവസരമുണ്ട്. ഇൻഷാ അള്ളാഹ് മരിക്കുന്നതിന് മുമ്പ് അത് നമുക്കൊരവസരം കിട്ടിയാൽ അവൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ മക്കളെയൊക്കെ കൂടുതൽ യൂട്യൂബ് എടുത്തു നോക്കുക. മുസ്ലിം പെൺകുട്ടികളെല്ലാം ഈ സിനിമാ പാട്ട്, ഹിന്ദി പാട്ട്, ഡാൻസിന്റെ പിന്നാലെ. ഈ വാപ്പ ഉമ്മ നാളെ ആഖിറത്തിൽ ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ഈ പാട്ട് ഡിലീറ്റ് ആക്കാത്തിടത്തോളം കാലം, ഇത് യൂട്യൂബിൽ കിടക്കുന്നിടത്തോളം കാലം, ഈ മരിച്ചു കഴിഞ്ഞ് കബറിൽ പോകുമ്പോൾ ആരാണ് ഈ പാട്ട് കേൾക്കുന്നത്? അപ്പ ശിക്ഷ അവിടെ കിട്ടും, അപ്പ ശിക്ഷ അവിടെ കിട്ടും. ഡിലീറ്റ് ആവൂല. എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ ചിലപ്പോൾ ഇവള് വലിയ തൗബ ചെയ്തൊക്കെ പിന്നീട് മരിച്ചുപോയി അങ്ങനെ ചെയ്തായിരിക്കും. പക്ഷെ അന്നത്തെ ചെയ്തിരുന്ന ആ ദുരിതം, അതാ അള്ളാഹ് പറഞ്ഞ വാക്ക, ഇന്നാ നക്തുബു മാ ആസാറഹും, നിങ്ങളുടെ ഈ ദുനിയാവിൽ നിങ്ങളുടെ ഓരോ ചെയ്തു വെക്കുന്ന ഗുണങ്ങളില്ലേ, ഇതൊക്കെ നാം രേഖപ്പെടുത്തി വെക്കുന്നു. യാസീൻ ഓതുമ്പോൾ തന്നെ ഫസ്റ്റിൽ അതുണ്ടല്ലോ. യാസീൻ ഓതുമ്പോൾ അതിന്റെ അർത്ഥം തന്നെ അതാ, നിങ്ങളിവിടെ ചെയ്തു വെക്കുന്നതൊക്കെ നാം ശേഖരിച്ചു വെക്കുക എന്നാ പറഞ്ഞത്. ചില ആളുകളൊക്കെ ഈ സെക്സിന്റെ ഒക്കെ വീഡിയോ റെഡിയാക്കി ചെയ്തു കൊടുക്കും. അവൻ പെട്ടെന്ന് മരിച്ചു പോകും. അവനെ ഇതിന്റെ പാസ്വേഡ് അറിയുള്ളൂ. ഇത് ഡിലീറ്റ് ആക്കാൻ ഇവൻ അറിയില്ല. ഇത് ഇവന്റെ മൊബൈലിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. അവൻ മരിച്ചും പോയി. മൊത്തോ ഇടിയായിരിക്കും. ആ ഖബറിനകത്ത് അവന്റെ ശിക്ഷയെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അറിഞ്ഞും അറിയാതെയും എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു തെറ്റിന് വേണ്ടി ഒരാളെ സഹായിക്കാൻ നിൽക്കരുത്. കാരണം നമ്മളെപ്പോഴാണ് മരിച്ചു പോകുന്ന നമുക്കറിയില്ല. നഊദുബില്ലാ, പടച്ചോൻ കാക്കട്ടെ. നമ്മളൊരു തെറ്റ് ചെയ്ത് റബ്ബിനടുക്ക് പൊരുത്തം വാങ്ങിക്കാം. പക്ഷെ മറ്റൊരാൾക്ക് നിങ്ങൾ തെറ്റ് ചെയ്ത് കൊടുത്താൽ അവൻ അത് മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്യും, അവൻ പിന്നെയും ഫോർവേഡ് ചെയ്യും. ഇതിന്റെ മൊത്തവും ഹോൾസെയിൽ ഇവിടെ വന്നാ വീഴുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹ് നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കാം. നമ്മളൊന്നും നല്ലവരല്ല. എപ്പോഴും സലാത്ത് അധികരിപ്പിച്ച് ഇസ്തിഗ്ഫാർ ചെയ്ത് സദഖ ചെയ്ത് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ് റബ്ബിനോട് പറയും, അള്ളാഹ് മാപ്പാക്കി തരും, നമുക്ക് നല്ല ഒരു മരണം തരും. അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, നല്ല ഒരു മരണം. ആരുമില്ല ഖബറിനകത്ത്, ഒറ്റയ്ക്ക് പോയി കഷ്ടപ്പെട്ട് കിടക്കണം, ആരും സഹായിക്കാനില്ല. അവിടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നോടും 90% എന്നോടും 10% നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുന്നത്. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആ പാവത്തിന്റെയും തെറ്റിന്റെയും പേരിൽ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു ഫളിഹത്താകാതെ അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. പുതുതായി ആരംഭിച്ച കളിപ്പാൻകുളം A to Z സൊല്യൂഷൻ എന്ന സ്ഥാപനം